ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ്. ലെച്ചസ് കേക്ക് അഥവാ 3 മിൽക്ക് കേക്ക്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഇളനീർ കൊണ്ടാണ്. ഇളനീർ മിൽക്ക് കേക്കാണിത്. സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് ഞാൻ ഉണ്ടാക്കിയത് വാനില സ്പഞ്ച് കേക്കാണ്. 2 മുട്ടയ്ക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. അതുപോലെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ 1/4 കപ്പ് പാലിന് പകരമായിട്ട് ഇളനീർ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ മിൽക്ക് തയ്യാറാക്കാം. ഒരു ഇളനീറിൻ്റെ പൾപ്പ് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ തിക്ക് കൂടുകയാണെങ്കിൽ കുറച്ച് ഇളനീർ വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടിൻ എവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും 1 കപ്പ് ഫ്രഷ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായി ഇതുപോലെ ഓൾസ് ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മിൽക്ക് മാറ്റി വെക്കണം. ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ഐസിങ് ബാഗിലാക്കി ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഐസിങ് ബാഗിലാക്കി ചെയ്യണമെന്നില്ല. മൊത്തത്തിൽ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാനായി 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിവിടെ വേഗം തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ടൈം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചാൽ ഈ മിൽക്ക് മൊത്തത്തിൽ കേക്കിൽ സോക്കായി കിട്ടും. നല്ല പോലെ കുതിർന്ന് വരും. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലായി ഞാൻ ഇളനീർ ചെറിയ പീസുകളാക്കിയത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണിത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 4-5 മണിക്കൂർ കുറഞ്ഞതെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.